നമ്മുടെ മുമ്പിൽ ഒരാൾ വളരെ മോശമായൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് കോപം വരും, നമ്മൾ പ്രതികരിക്കും. അതേപോലെ അയാളും തിരിച്ച് പ്രതികരിക്കുമ്പോൾ നമ്മൾ കണ്ട തിന്മ ഒന്നും കൂടെ വളരുകയല്ലാതെ അത് കുറയാൻ പോകുന്നില്ല. അതായത് നമ്മുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ പോയി പരിഹസിച്ചത് കൊണ്ട് അയാളത് തിരുത്താൻ പോകുന്നില്ല. നമ്മൾ പോയി കുറ്റപ്പെടുത്തിയത് കൊണ്ടും അയാളത് തിരുത്താൻ പോകുന്നില്ല. നമ്മൾ പോയി അയാൾ ഒരുപാട് തെറി വിളിച്ചത് കൊണ്ടും അയാളത് തിരുത്താൻ പോകുന്നില്ല. ഒരു പക്ഷേ ഈ കളിയാക്കൽ കൊണ്ടും കുറ്റപ്പെടുത്തൽ കൊണ്ടും തെറിവിളി കൊണ്ടും അയാൾ പൂർവാധികം ആ തിന്മ ചെയ്യാൻ സാധ്യതയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താ ഒരു പോംവഴി? ആ തിന്മ ചെയ്യുന്ന മനുഷ്യനിൽ എന്തെങ്കിലും നന്മയുണ്ടോ നോക്കുക. എന്തെങ്കിലും ഒരു നന്മ കാണും. ആ നന്മയെ പറഞ്ഞ് പുകഴ്ത്തി അയാൾ അതിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ അയാൾ ഒന്നിനു പകരം വേറൊന്ന് പല നന്മകൾ ഇങ്ങനെ ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് വരുമ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാകും, പ്രോത്സാഹനം കിട്ടാത്ത എൻ്റെ പ്രവൃത്തി മുഴുവനും തിന്മയാണെന്ന്. പതുക്കെ അത് ഉപേക്ഷിച്ച് അയാൾ പൊക്കോളൂ. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദർശനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ, ആദർശങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്. മനുഷ്യന് ഭാഷയും ചരിത്രവും ഉണ്ടാകുന്നതിൻ്റെ മുമ്പും ഇതുപോലുള്ള അറിവുകൾ ഉത്ഭവിച്ചിട്ടുണ്ട്, അതിനുശേഷവും ഉത്ഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്ഭവിച്ച അറിവുകൾ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, തൽമൂദ്, ത്രിപിതകം, ആബിദ്ധമപിതകം, ഖുർആന്, ബൈബിള്, ഗീത, ശ്രീ ഗുരു ഗ്രന്ഥ സാഹിബ്, ഇങ്ങനെ ഒരുപാട് മതഗ്രന്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉത്ഭവിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സകല വിശുദ്ധ ലിഖിതങ്ങളും ദൈവനിവേശിതമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു സ്പിരിച്വാലിറ്റിയുടെ പേരിൽ ഉത്ഭവിച്ച ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം നന്മയുണ്ട്. അതെല്ലാം നന്മയിൽ ഉത്ഭവിച്ചതുമാണ്. പക്ഷേ അത് മനുഷ്യൻ്റെ ഭാഷയിൽ എഴുതപ്പെട്ട് മനുഷ്യരാൽ എഴുതപ്പെട്ട് കാലക്രമത്തിൽ അത് തർജ്ജമ ചെയ്ത് പല ഭാഷയിൽ വന്നപ്പോഴേക്കും അതിലെല്ലാം പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും നന്മകളും നമുക്ക് കാണാൻ പറ്റും, തിന്മകളും കാണാൻ പറ്റും. കാരണം മതഗ്രന്ഥം എഴുതിയ ഒരു 5000 വർഷം മുമ്പ് നന്മയായി തോന്നിയത് ഇന്ന് തിന്മയായി തോന്നാം, അന്ന് തിന്മയായി തോന്നിയത് ഇന്ന് നന്മയായി തോന്നാം. കാരണം അബ്സല്യൂട്ടിൽ നന്മയും അബ്സല്യൂട്ട് തിന്മയും നമുക്ക് എടുത്തു കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കർമ്മയുടെ കാര്യത്തിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിനെ വല്ലാതെ ചൂണ്ടിക്കാണിച്ച് ആ മതത്തെയോ അല്ലെങ്കിൽ ആ മതവിശ്വാസികളെയോ അവഹേളിച്ചോ കുറ്റപ്പെടുത്തിയോ പരിഹസിച്ചോ അവരെ തിരുത്തുന്നതിന് പകരം അതേ മതഗ്രന്ഥത്തിലുള്ള നന്മകൾ എന്താണോ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ആ മതത്തിലുള്ളവരെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യം വരും. സത്യം പറഞ്ഞാൽ മാരിയോ ജോസഫ് എന്ന ഞാൻ ബൈബിളിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ബൈബിൾ ഇഷ്ടപ്പെട്ട് ഖുർആൻ ഉപേക്ഷിച്ച് ബൈബിൾ സ്വീകരിച്ചിട്ട് 30 വർഷമായിട്ട് ഒരു 3-4 പ്രസംഗങ്ങൾ മാത്രമേ ഇസ്ലാമിനകത്തുള്ള കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ കുറേ വീഡിയോസ് ഒന്നിച്ചിടേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ഞാനൊരു ഇസ്ലാമോഫോബിയുള്ള ആളായതുകൊണ്ടാണോ, ഇസ്ലാമിനോട് വിരോധമുള്ള ആളായതുകൊണ്ടാണോ? അതൊന്നുമല്ല സത്യം. അതെന്താണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ലോകം മുഴുവനും ഭയങ്കരമായിട്ടൊരു ഇസ്ലാമോഫോബിയ പിടിപെട്ടിരിക്കുകയാണ്. എല്ലാ മതക്കാർക്കും മുസ്ലിമീങ്ങളോട് എന്തോ ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ചിലർക്കൊക്കെ അറപ്പോ ഒക്കെ വന്നു തുടങ്ങുകയാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ എന്നിൽ പോലും അങ്ങനെ ചില ചിന്താഗതി വന്നു പോകാനുള്ള കാരണം എന്താണ്? ഈ അടുത്ത കാലത്തായിട്ട് ഈ അറബികളുടെ വേഷമായ കന്തൂറയും ധരിച്ചിട്ട് ഞാനെന്തോ ആലിമാണെന്നും വിചാരിച്ച് ഇറങ്ങിത്തിരിച്ച കുറേ കൂതറകളുണ്ട്. അവിടെയാണ് പ്രശ്നം. ഒന്നും കൂടെ പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ കുറേ പേര് ഈ കന്തൂറ എടുത്തിട്ടിട്ട് ആലിമാണ് അല്ലെങ്കിൽ ഉസ്താദാണ് എന്ന ധാരണയിൽ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ശുദ്ധ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് മുസ്ലിമീങ്ങൾ ഈ കന്തൂറയിട്ട ടീമുകൾ അവർ RSSനെ, ബജ്രംഗദളിനെ, BJPയെ, ശിവസേനയെ, സംഘ് പരിവാറിനെ, സേവാഭാരതിയെ ഒക്കെ വിമർശിക്കുന്നു എന്ന ധ്വനിയിൽ അല്ലെങ്കിൽ എന്ന ചിന്തയിൽ അവരെല്ലാം അറിയാതെ വിമർശിക്കുന്നത് ഭാരതത്തെയാണ്, ഭാരതത്തിൻ്റെ നല്ല സംസ്കാരത്തെയാണ്, ഭാരതത്തിലുള്ള നല്ല വിശ്വാസങ്ങളെയാണ്. ഈവൻ ഭാരതത്തിലെ കറൻസിയെപ്പോലും അവഹേളിക്കുക, ഭാരതത്തിലെ ഭരണകർത്താക്കന്മാരെ അവഹേളിക്കുക, അതൊരു വേറെ തരത്തിലേക്ക് പോയി. ഇവരുടെ ഉദ്ദേശം സംഘ് പരിവാറിനെ വിമർശിക്കലാണ്. പക്ഷേ അവസാനം ഇത് അവസാനിക്കുന്നത് ഹൈന്ദവ വിമർശനമായിട്ടാണ് ഇത് പോയി അവസാനിക്കുന്നത്. അതൊരു അറിവില്ലായി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ അവർ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഭാരത ദർശനത്തെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. ഭാരതത്തിലുള്ള ഒരു ആചാരത്തെ വിമർശിക്കുന്നതിന് മുമ്പ് എന്താണ് സനാതനധർമ്മം, എന്താണ് സായിവിസം, എന്താണ് വൈഷ്ണവിസം, എന്താണ് ദ്വൈതം, എന്താണ് വിശിഷ്ടാദ്വൈതം, എന്താണ് അദ്വൈതം, എന്താണ് വേദാന്തം, ഇതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഭാരതീയ ദർശനത്തെ, ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് ചെറിയ ഒരു പരിജ്ഞാനമുള്ള ആളുകൾക്ക് കാടടച്ച് ഹൈന്ദവരെ വിമർശിക്കാൻ പറ്റില്ല. ഭാരതീയ ദർശനത്തെ ഒരിക്കലും വിമർശിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും മഹത്തായ ദാർശനികതയുള്ള ഒരു കൾച്ചറാണ് ഭാരതീയ കൾച്ചർ എന്ന് പറയുന്നത്.
അതിനെ നിഷേധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നിന്ദിക്കുമ്പോൾ, അതിനെ കളിയാക്കുമ്പോൾ, അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഹൈന്ദവരെല്ലാം നോക്കി നിന്നോളണമെന്നില്ല, അവരും അതേപോലെ പ്രതികരിച്ചെന്ന് വരും. ആ പ്രതികരണം ഒരുപക്ഷെ ഭാരതത്തിൽ ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിമർശകരോടാണ് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുന്നത്, അല്പം പഠിച്ച് കാര്യകാരണ സഹിതം വിമർശിച്ചാൽ നന്നായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒന്ന് പറഞ്ഞ് 2 ഹൈന്ദവരെ ചാണകസംഖികൾ എന്ന് വിളിക്കുന്നു. ചാണകത്തിൽ കാലുകുത്തി ചാണകത്തിൽ വീണു, ഗോമൂത്ര ടീം. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് ഈ പശുവിന് ഇത്ര പ്രാധാന്യം? ആദ്യമായി എഴുതപ്പെട്ട, അതായത് ദ്രാവിഡ്യ ആര്യൻ കൾച്ചറുകൾ മിക്സായി, അത് ട്രേഡ് വഴിയോ ഇനി അല്ലെങ്കിൽ മൈഗ്രേഷൻ കൊണ്ടോ ഈ 2 കൾച്ചറുകളും മിക്സായി വന്നപ്പോൾ പുതുതായി ഉത്ഭവിച്ച സനാതനധർമ്മത്തിൻ്റെ ആദ്യ 4 വേദങ്ങളിലെ 4ാമത്തെ വേദത്തിൽ, അഥർവവേദത്തിലാണ് പശു ഒരു വിശുദ്ധമായ ജീവിയാണ്, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട ജീവിയാണെന്ന് പറയുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഗോമൂത്രം കുടിക്കണമെന്നോ അല്ലെങ്കിൽ ചാണകം ഉപയോഗിക്കണമെന്നോ ആ വേദത്തിലില്ല. പിൽക്കാലത്ത് വരുമ്പോൾ മനുസ്മൃതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗോമൂത്രം എങ്ങനെ ഉപയോഗിക്കണം, അത് എങ്ങനെ ശുദ്ധികലശത്തിന് ഉപയോഗിക്കണം, അതായത് ചാണകം എങ്ങനെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചത്. അതും കഴിഞ്ഞ് കുറേയും കൂടെ മുന്നോട്ട് പോയി ഗരുഡ പുരാണത്തിലാണ് പഞ്ചഗവ്യത്തെക്കുറിച്ച്, അതായത് പശുവിൻ്റെ പാല്, തൈര്, നെയ്യ്, ഗോമൂത്രവും ചാണകവും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതും കഴിക്കാനും കുടിക്കാനും ഒന്നല്ല, അതെങ്ങനെ ശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഈ പഠിപ്പിച്ച കാര്യത്തെ കാലക്രമത്തിൽ വന്നപ്പോൾ ചില കാര്യങ്ങളോട് അമിതമായ ഭക്തി ചിലർക്ക് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ CM വലിയുള്ള ഓർമ്മയുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ CM വലിയുള്ളയെക്കുറിച്ച് ആവശ്യമില്ലാതെ ഇങ്ങനെ ജനങ്ങൾ ബിൽഡപ്പ് കൊടുത്ത് കിടന്നെടുത്തുനിന്ന് കാലുകൊണ്ട് ബഗ്ദാദിലേക്കുള്ള മിസൈൽ തെറ്റിത്തെറിപ്പിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? എക്സാജറേഷൻ. ഇതേപോലെ ഈ ഗോമാതാവിനെ കുറിച്ചുള്ള എക്സാജറേഷൻ ഇവരിൽ കൂടിയ ഒരു ചെറിയ ടീം നോർത്ത് ഇന്ത്യയിൽ എവിടെയോ വെച്ച് ചാണകം ദേഹത്ത് പുരട്ടിയത് കണ്ടു, അല്ലെങ്കിൽ ഗോമൂത്രം കുടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ആ തരത്തിൽ കളിയാക്കുന്നത് ന്യായമോ അന്യായമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളും ഈ ഗോമൂത്രം കുടിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുക, ചാണകം തിന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ചെറിയൊരു സമുദായം ചെയ്ത ഒരു കാര്യത്തെ വെച്ചിട്ട് ഒരു സമൂഹത്തെ മുഴുവനും അടിച്ചാക്ഷേപിക്കുന്ന ആ ഒരു സ്വഭാവം, ഇത് പലപ്പോഴും ഇസ്ലാമോഫോബിയ ഹൈന്ദവരിൽ കൂടുതൽ വളർത്തുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഗുണവും മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ചെയ്യാൻ പോകുന്നില്ല, ഓൾ ഭാരതത്തിൽ ചെയ്യാൻ പോകുന്നില്ല. അറിയേണ്ട കാര്യം ഇതാണ്, പരിണാമം എന്നത് എന്നും നിലനിൽപ്പുണ്ട്. ഒരു 30 വർഷം മുമ്പ് നമ്മളാരും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടില്ല, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടില്ല, അല്ലേ? അതിനു മുമ്പ് മരിച്ചവരാരും ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. അറിവിൽ പരിണാമമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 2000 വർഷം മുമ്പ്, 4000 വർഷം മുമ്പ്, 5000 വർഷം മുമ്പ്, 7000 വർഷം മുമ്പൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള ആ അറിവുകൾ ഈ കാലത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അത് അതിൻ്റെ തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ബോധമില്ലാത്തവരോ തിരിച്ചറിവില്ലാത്തവരോ അതിനനുസരിച്ച് മാനസിക പക്വത ഇല്ലാത്ത ആളുകളോ ആണ് ഇങ്ങനെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അങ്ങനെ പശുവിന് അഡിക്റ്റായ ഒരാളെ പോയിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നതിന് പകരം അതെന്തിനായിരുന്നു അന്നത്തെ കാലത്ത് പറഞ്ഞതെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും പഠിപ്പിച്ചു കൊടുത്താൽ പോരെ. എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ പ്രശ്നമുള്ള കേസാണെന്ന്. കാരണം ഞാൻ ജനിച്ചതും ചാണകം മെഴുകിയ തറയുള്ള വീട്ടിലാണ്. ചാണകം കലക്കി തന്നെ മെഴുകിയിട്ട് അവിടെയാണ് ഞങ്ങൾ ജീവിച്ചത്. അത് ശുദ്ധിയായിരുന്നു. വെറും കരിയിൽ കിടക്കുന്നതിലും വെറും മണ്ണിൽ കിടക്കുന്നതിലും സുഖം ചാണകം മെഴുകിയ തറയിൽ കിടക്കാൻ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാണകം തിന്നുക എന്നല്ല, അല്ലെങ്കിൽ ഗോമൂത്രം കുടിക്കുക എന്നുള്ളതല്ല. എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. പശുവിനെ അഴിച്ച് കെട്ടുന്നതും ക്ലീൻ ചെയ്യുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ. എനിക്ക് തോന്നുന്നില്ല ഇതൊരു മഹാ അപരാധമാണെന്ന്. അപ്പം ഈ അനാവശ്യമായി എല്ലാ ഹിന്ദുക്കളെയും ഈ ചാണകക്കാർ എന്ന് വിളിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊരു പരിധിവരെ നമുക്ക് ദോഷം ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണേ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് എന്നെ നല്ല വെറുപ്പാന്നറിയാം, നിങ്ങൾ എന്നെ പച്ചത്തെറിയേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം അതങ്ങനെയാണ്, ആ സ്വഭാവം അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ആര് പറഞ്ഞാലും തിരുത്താനൊന്നും പോണില്ല. പക്ഷേ എങ്കിലും ചില സ്നേഹത്തോടെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയാൽ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുകയാണേ, ഈ കന്തൂറയിട്ട് ഈ ചില കൂതറ നിങ്ങൾ വിളിക്കുന്ന ഉസ്താദുമാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു RSSകാരനെ, BJPക്കാരനെ, മാർക്സിസ്റ്റുകാരനെ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു എത്തിസ്റ്റിനെ ആരെങ്കിലും വിമർശിക്കണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ വിമർശിക്കണം. ഇവരെന്തെങ്കിലും ഒരു പോസ്റ്റും കൊണ്ടുവന്ന് കുറച്ച് ഹാസ്യത്തിലൂടെ കളിയാക്കി ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഇവരങ്ങ് പോകും. അപ്പോൾ പോസിറ്റീവായ മെസ്സേജ് കേൾക്കാനേക്കാളും നമുക്കിഷ്ടം ആരെങ്കിലും കളിയാക്കുന്നതും കുറ്റപ്പെടുന്നത്. മനുഷ്യൻ്റെ ടെൻഡൻസി അങ്ങനെയാണ്. ഈ ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരുടെ കുറവും കുറ്റവും അറിയാൻ ഭയങ്കര ആയതുകൊണ്ട് ഇവരിങ്ങനെ ഒരു പോസ്റ്റ് ഇടും കളിയാക്കി. ഇവർ ഭയങ്കരമായിട്ട് റീച്ച് നേടും, ഇവരുടെ ഫോളോവേഴ്സ് കൂടും, ഇവർക്ക് ഒരുപാട് കാശ് കിട്ടും, ഇവർ ഹാപ്പി ആയിട്ട് ജീവിക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? ഇവർ ഇട്ട പോസ്റ്റ് മൂലം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇതര സമുദായക്കാരും, അതായത് മുസ്ലിമീങ്ങളല്ലാത്ത സമുദായക്കാരും എന്ത് ചെയ്യുമെന്നറിയുന്നത്? നിങ്ങളെ വല്ലാതെ വെറുക്കും, മുസ്ലിമീങ്ങളെ വല്ലാതെ വെറുക്കും. ഇപ്പോൾ സത്യത്തിൽ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരുതരം വെറുപ്പ് ഹൈന്ദവരിൽ ഒരുപാട് പേർക്ക്, ക്രിസ്ത്യാനികളിൽ ഒരുപാട് പേർക്ക്, മറ്റെല്ലാ മതക്കാർ ഇൻക്ലൂഡിങ് മീ, എനിക്ക് പോലും ഉള്ളിൽ കയറിപ്പോയി ഇങ്ങനെയുള്ള ഈ സ്വഭാവം കണ്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊരു അറുതി വരുത്തേണ്ടത് ആവശ്യമാണ്. അത് ഈ കന്തൂറയിട്ട ടീമുകൾ തീരുമാനിക്കണം. റീച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ മഹത്തായ ദർശനമുള്ള ഒരു ഇസ്ലാമിനെ തന്നെയാണ് ഏറ്റവും അധികം താറടിക്കപ്പെടുന്നത് എന്നൊരു ചിന്ത, അത്
ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഇന്നലെ ഈ അൻസാരി സൂര്യ ഇട്ടൊരു വീഡിയോ ആണ്. പുള്ളി ഈ ആട്ടും തല ഇങ്ങനെ വെട്ടിപ്പിടിച്ചിട്ട് മുസ്ലിമീങ്ങൾ കൊണ്ടുപോയിട്ട് ജലീലിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ എന്തോ ചെയ്തെന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് അത് ഫീലായെന്നും പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിന് പുള്ളി ഉപദേശിക്കുകയായിരുന്നു. ഈ ഉപദേശം നേരത്തെ അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. കാരണം അദ്ദേഹമാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ പരിഹസിച്ചത്, ഭാരത സംസ്കാരത്തെ പരിഹസിച്ചത്, ഭാരതത്തിലുള്ള ആചാരങ്ങളെ പരിഹസിച്ചത്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കറൻസി വരെ പരിഹസിച്ചത്. ഇത് നേരത്തെ ചെയ്യണമായിരുന്നു. ഇനിയെങ്കിലും ഇത് പിന്തുടരുക. ആളെ കണ്ട് ഫോളോവേഴ്സ് ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന മുസ്ലിമീങ്ങളും, പ്രത്യേകിച്ച് കന്തൂറധാരികൾ. കാരണം ആ വേഷത്തിനൊരു പ്രശ്നമുണ്ട്. ആ വേഷത്തിലല്ലായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഒരു ആലിമിൻ്റെ വേഷം ധരിച്ചിട്ട് ഇമാതിരി വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ പൊതുവേ മുസ്ലിമീങ്ങളോട് മൊത്തത്തിൽ വെറുപ്പുണ്ടാവും. സാധാരണ ഒരു മുസ്ലിം പേരിലുള്ളവനെ പോലെ അല്ലല്ലോ ഒരു ആലിം പറയുന്നത്. സോ അത് അല്പം കെയർഫുൾ ആകണമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്, ഇങ്ങനെയുള്ള ആലിമീങ്ങൾക്ക് ഭയങ്കര ആരാധകരുണ്ട്. അവരെ കമൻറ്റ് മക്കൾ എന്ന് വേണം വിളിക്കാൻ. അതായത് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പച്ചത്തെറി കമൻ്റ് എഴുതാൻ നടക്കുന്ന കുറേ മുസ്ലിമീങ്ങൾ. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ എന്തുമാത്രം കാണും. ഞാൻ ബ്ലോക്ക് ചെയ്തിടുക ചെയ്യുന്നത് ഇപ്പോൾ പലപ്പോഴായിട്ട്. കാരണം എനിക്ക് ആ തെറി വായിച്ചതുകൊണ്ട് വേദന ഉണ്ടാകുന്നതല്ല. എനിക്കങ്ങനെ വേദനിക്കാൻ പോകണില്ല. ഇതൊരു കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയാണ്. എല്ലാം കണ്ടും കേട്ടും കൊണ്ടും വന്ന ആളാണ്. അതുകൊണ്ട് ഏക്കാൻ പോണില്ല. പക്ഷേ ഇത് വായിക്കുന്നവർക്ക് മനസ്സിന് സങ്കടമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതായത് നിങ്ങളുടെ സംസ്കാരം ഇത്രയും മോശമാണ് എന്ന് ഹൈന്ദവരും ക്രൈസ്തവരും നിരീശ്വരവാദികളും എൻ്റെ പ്രൊഫൈലിൽ കയറി കാണണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യണം. ഉള്ള കാര്യം തുറന്നു പറയാം. അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള കമൻ്റ് എഴുതുന്നവർ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിം, നിങ്ങൾ ഗുരു എന്ന് വിളിക്കുന്ന ഏതെങ്കിലും ഒരു കന്തൂറ ഇട്ടവരെ അവരെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചത് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്ക് നിങ്ങൾ ഒന്നിച്ച് പോയിട്ട് ഒരുപാട് തെറി എഴുതിയത് കൊണ്ടൊന്നും ഇതൊന്നും നിൽക്കാൻ പോണില്ല. ഇത് കൂടുതൽ വളരത്തേ ഉള്ളൂ. നിങ്ങളുടെ ഓരോ തെറിയും അവർക്ക് ശത്രുക്കൾക്ക് ഇന്ധനമായി മാറുകയും അവർ കൂടുതൽ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യുള്ളൂ. ഈ അൻസാരിയുടെ കാര്യം തന്നെ അദ്ദേഹം വിമർശിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ വിമർശിക്കേണ്ടി വന്നു. ഒരുപാട് വിമർശനം ഏറ്റപ്പോഴേക്ക് ഇതര സമുദായത്തിൽപ്പെട്ടവർക്ക് നമ്മളോട് പുച്ഛ വരും, നമ്മളോട് അർപ്പ് വരും, നമ്മളോട് ദേഷ്യം തോന്നും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇന്നലെ വീഡിയോ, ഇത് എത്ര നാളായിട്ട് ഞാൻ പറയുന്ന കാര്യം. ഇത് പറഞ്ഞതിൻ്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ ഇത്രയും ദ്രോഹിച്ചത്? ഇതര സമുദായത്തിൽപ്പെട്ടവരെയോ ഇതര ആശയത്തിൽപ്പെട്ടവരെയോ പരിഹസിക്കരുത്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ കറൻസിയൊന്നും ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സിസ്റ്റത്തെയോ വിമർശിക്കരുത് എന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞതിൻ്റെ പേരാണ് അയാൾ അവസാനം എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയത്. പല എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിലുള്ള സ്പീഡായിട്ട ഭാഗങ്ങൾ കോമാളിത്തരത്തിലെടുത്തിട്ടു, ഇവന് മനസ്സ് തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ടു, പല പടങ്ങളിട്ടു, എന്തെല്ലാം കാണിച്ചു കൂട്ടിയല്ലേ. എന്നിട്ട് അവസാനം അയാൾക്ക് തെറ്റാണെന്ന് തോന്നിയപ്പം എന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഒരൊറ്റ പോക്കും പോയി. കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നേരിട്ട് അദ്ദേഹവുമായി ഒരു സംവാദം വരെ നടത്തണമെന്ന്. പക്ഷേ അയാൾ ബ്ലോക്ക് ചെയ്ത് പോവുക ചെയ്തത്. അപ്പോൾ താങ്കൾ ഇന്നലെ ഇട്ട വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സുഹൃി. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ കന്തൂറ ഇട്ടിട്ട് നിങ്ങൾ ഈ വിമർശന വീഡിയോ ഇടുമ്പോൾ അതൊരു സമുദായത്തിന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് തോന്നും. ആ സമുദായത്തെ ജനം വല്ലാതെ വെറുക്കും. പരമാവധി നിങ്ങൾ വിമർശന വീഡിയോ ഇടുമ്പോൾ ടീഷർട്ട് ഇട്ട് അടുക്കളയിൽ നിന്നൊക്കെ ഇടുന്നൊക്കെ കൊള്ളാം. പക്ഷേ ഈ കന്തൂറ വേഷത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒരു ആലിമാണെന്ന് തോന്നിപ്പിക്കുകയും പൊട്ടനാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ മുസ്ലിമീങ്ങൾക്ക് എന്താ ഇത്ര വെപ്രാളം? ഭാരതീയ ദർശനത്തെ അങ്ങ് നന്നാക്കിയെടുക്കാൻ ഭയങ്കര വെപ്രാളാണല്ലോ. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർത്തോ? ഈ മുസ്ലിമീങ്ങളുടെ ഇടയിൽ തന്നെ ഈ അള്ളാഹു ഏകനാണ് എന്ന് വാദിക്കുന്ന, അള്ളാഹു അഹദെന്ന് വാദിക്കുന്നവരുടെ ഇടയിൽ എന്തെല്ലാം ശിർക്ക് പ്രശ്നങ്ങളാണ് നടക്കുന്നത്. മുജാഹിദുകാർ തന്നെ എത്ര ടീമായിട്ടേ ഇരിക്കുന്നത്. ഖാദിയാനി വേറെ, തബ്ലീഗ് വേറെ, ജമാഅത്ത് ഇസ്ലാമി വേറെ, സുന്നികളിൽ തന്നെ AP സുന്നി, EK സുന്നി, തെക്ക് സുന്നി, വടക്ക് സുന്നി, എന്തുമാത്രം പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ. മദ്ഹബ് ഏകീകരിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആലിം വേഷം ധരിക്കുന്ന നിങ്ങൾ പറ്റുന്നതും ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒന്ന് വ്യക്തമായിട്ട് മുസ്ലിമീങ്ങളോട് പഠിപ്പിക്കാൻ നോക്ക്. മറ്റ് മതക്കാരുടെ നെഞ്ചത്ത് കയറാൻ ചെല്ലുമ്പോൾ പണ്ടിങ്ങനെയായിരുന്നു. 10-15 വർഷം മുമ്പ്, 10-20 വർഷം മുമ്പ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങിയ കാലത്ത് MM അക്ബറും ടീമും എല്ലാം കയറിയിട്ട് ക്രിസ്ത്യാനികളെ വല്ലാതെ അങ്ങ് വിമർശിച്ചു. ക്രിസ്ത്യാനികൾ അത്യാവശ്യം ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ട് ഇതിലുള്ള എല്ലാ പൊള്ളത്തരങ്ങളും എടുത്ത് പാച്ചക്ക് അങ്ങോട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ ഇതേ യുവന്മാർ തുടങ്ങി വെച്ചവർ പെട്ടും കിടക്കിയെടുത്ത് മാളത്ത് കയറിപ്പോയി. ഈ അക്ബറിനും ടീമിനൊന്നും കാണാനില്ല, എല്ലാം മാളത്ത് കയറിപ്പോയി. ഒരു സംവാദത്തിന് എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ല. ഇപ്പോൾ സ്നേഹസംവാദമില്ല, മീറ്റിങ്ങില്ല, പരിപാടിയിലും ഒന്നുമില്ല, എല്ലാം ഒഴിവാക്കി. ഇതേപോലെയാണ് ഇപ്പോൾ ഈ RSS, BJP, ബജരംഗ് ദൾ വിരുദ്ധത എന്ന രൂപത്തിൽ ഹൈന്ദവ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളും പെട്ടും കിടക്കിയെടുത്ത് പോകേണ്ടി വരും, ഒരു സംശയമല്ല. അത് ആലപ്പുഴക്കാരെന്നല്ല, ഏത് പുഴക്കാരൻ വന്നാലും ഭാരത ദർശനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. പോയാൽ സത്യമായിട്ടും പറ്റില്ല. ഒരു കാര്യം പറയാം, മുസ്ലിമീങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും തോക്കുകയാണെങ്കിൽ അത് ഹൈന്ദവ ധർമ്മത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ, ഭാരതീയ ദർശനത്തിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കും. കാരണം ഇതിൻ്റെ ആഴം പഠിച്ചാൽ ഇസ്ലാം ഒന്നുമല്ല.
ഇസ്ലാമിനെ സുഖസുന്ദരമായിട്ട് ഹൈന്ദവ ധർമ്മത്തിൽ മുക്കിക്കൊല്ലാൻ ഹിന്ദുക്കൾക്ക് സാധിക്കും. കാരണം ഹൈന്ദവ സനാതന ധർമ്മത്തിലില്ലാത്ത ഒരു സാധനവും ഇസ്ലാമിലില്ല. സനാതന ധർമ്മത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു സാധനം ഇസ്ലാമിലില്ല. കാരണം എനിക്ക് ഇസ്ലാം അറിയാം. എന്നാൽ മറിച്ച് സനാതന ധർമ്മത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് നൂറുകണക്കിന് സംഗതികൾ ഞാൻ മുസ്ലിമീങ്ങൾക്ക് കാണിച്ചുതരാം. നിങ്ങൾ കെട്ടുന്ന ഇഹ്റാം കെട്ടലാണെങ്കിലും നിങ്ങളുടെ കഅബയാണെങ്കിലും നിങ്ങൾ തവാഫ് ചെയ്യുന്നതാണെങ്കിലും എണ്ണി ഞാൻ തരാം. നിങ്ങളുടെ നിസ്കാരം വരെ പോലും പാർസി മതത്തിൽ നിന്ന് കടമെടുത്ത് 5 നേരം നിസ്കാരം അഹുരമസ്താങ്കുരം എന്നിയുടെ എന്തും. അതായത് ഞാനൊരു കാര്യം പറയാം, ഒരു മുസ്ലിമിനും ഹിന്ദുവിൻ്റെ അടുത്ത് ആശയം കൊണ്ട് വിജയിക്കാൻ പറ്റില്ല. നല്ല ലേൺഡ് നിങ്ങൾ കാണുന്ന ഒരുപക്ഷെ മൂർത്തിയെ ഉണ്ടാക്കി മൂർത്തി ആരാധിച്ച് കാര്യസാധ്യത്തിന് നടക്കുന്ന പാവപ്പെട്ട ഹൈന്ദവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഭാരതീയ ദർശനം സിദ്ധിച്ചിട്ടില്ല, അതവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഒഴുക്കിൽ ഒഴുകിപ്പോകുന്ന പാവപ്പെട്ട ജനങ്ങളാണ്, അവരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ ഭാരത സംസ്കാരം പഠിച്ച, ഭാരതത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് പഠിച്ച, ഭാരതത്തിൻ്റെ ആധ്യാത്മികത എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളെടുത്ത് പോയിട്ട് ഒരു മുസ്ലിമിനും ഒന്നും കൊടുക്കാനില്ല. എനിക്ക് തോന്നുന്നില്ല ക്രിസ്ത്യാനികൾക്കും കാര്യമായിട്ട് കൊടുക്കാനുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ കാലത്തെ ശിഷ്യന്മാരിവിടെ വന്നിട്ട്, മുഹമ്മദിൻ്റെ കാലത്തെ ശിഷ്യന്മാരിവിടെ വന്നിട്ട് ഇപ്പോഴും ഈ 2 മതങ്ങളും ന്യൂനപക്ഷമായിട്ട് ഇവിടെ തുടരുന്നത്. അല്ലെങ്കിൽ എന്നേ ഇന്ത്യയെ ഇസ്ലാം വൽക്കരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയെ ക്രിസ്തീയവൽക്കരിക്കാമായിരുന്നു. നടക്കാൻ പോവില്ല ഈ ദർശനത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ആദർശം കൊണ്ട് തീർച്ചയായും മുസ്ലിമീങ്ങൾ മുട്ടുമടക്കേണ്ടി വരും ഹൈന്ദവരുടെ മുമ്പിൽ. അതുകൊണ്ട് ആദർശം കൊണ്ട് നിങ്ങൾ അവരുമായിട്ട് മല്ലിട്ടിട്ട് തോക്കുന്നതിലും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്, ചാരിറ്റിയിൽ മുസ്ലിമീങ്ങളാണ് വലിയ മഹാന്മാരെന്ന് പറഞ്ഞിറങ്ങുന്നത്. എന്തോ ഒരു വിവരക്കേടെന്ന് പറയുന്നത് നിങ്ങൾക്ക്. ഹൈന്ദവർ ചെയ്യുന്ന ചാരിറ്റി ഒന്നും ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു മുസ്ലിമും ചെയ്തിട്ടില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. സത്യസായി ബാബ ഹോസ്പിറ്റൽ 365 ദിവസം 24 മണിക്കൂറും കംപ്ലീറ്റ് സൗജന്യമായി ബില്ല് കൗണ്ടറില്ലാതെ പ്രവർത്തിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇവിടെ ഏത് മുസ്ലിമിനാണ് അത് ചെയ്യാൻ പറ്റിയത്? ഏത് മുസ്ലിം സംഘടനക്കാണ് ചെയ്യാൻ പറ്റിയത്? പോട്ടെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തീയ സമുദായത്തോടും ചോദിക്കും, ഏത് ക്രിസ്തീയ സംഘടനക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റിയത്? ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഹൈന്ദവർ ചെയ്യുന്ന നന്മ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പെട്ടുപോയി. അവിടെ ചിത്ര പൗർണമി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡേയിൽ അരുണാചല മലയെ ചുറ്റാൻ വേണ്ടി, അതായത് ഒരു മലയെ അവർ ശിവൻ്റെ അവതാരമായാണ് കാണുന്നത്, അരുണാചലം. ആ അരുണാചല മലയുടെ ചുറ്റും 17 കിലോമീറ്റർ നടക്കണം. 14 17 എന്തോ 10-15 ലക്ഷം ജനങ്ങളാണ് നടക്കാൻ വരുന്നത്. അതിൽ ഒരു ഹിന്ദു തന്നെ ഓൾമോസ്റ്റ് 5 ലക്ഷം പേർക്കുള്ള അന്നദാനം നൽകാം. 5 ലക്ഷം പേർക്ക് അന്നദാനം. ഇവിടെ 3 പെൺപിള്ളേരെ കെട്ടിച്ചപ്പോഴേക്ക് എന്നാ പോളിലൊക്കെയാണ് സമസ്തക്കാർ, അല്ലേ, എപിക്കാർ, ഇകെക്കാർ, അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് മുസ്ലിമീങ്ങളും ക്രൈസ്തവരും നന്മ ചെയ്യുമ്പോൾ, ഈ പറയുന്ന ഞാനടക്കം, ഞാൻ അവിടെ ചെന്നിട്ട് അന്നദാനം ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. 25-50 പേർക്ക് അന്നദാനം കൊടുക്കുന്ന ഞാൻ ഈ 5 ലക്ഷം പേർക്ക് കൊടുക്കുന്നിടന്ന് തലയിൽ മുണ്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടുക ചെയ്തേ. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഹൈന്ദവർ നന്നായി നന്മ ചെയ്യുന്നവരാണ്, ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. അതിപ്പോൾ നിങ്ങളൊന്ന് കണ്ണോടിച്ച് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. സുനാമി വന്ന കാലത്ത് 500 വീടാണ് ഒറ്റയടിക്ക് അമൃതാനന്ദ മായിദേവി പണിത് കൊടുത്തത്. ഇവിടെ ഏത് സംഘടന അന്ന് 500 വീട് അങ്ങനെ പണിത് കൊടുത്തത്? അത് അറിയാഞ്ഞിട്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഹൈന്ദവർക്ക് കരുണയില്ല, നന്മ ചെയ്യുന്നില്ല, ചാരിറ്റി ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് വെറുതെ അവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ട. ഇനി 3, കായിക ബലം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭാരത സംസ്കാരത്തെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാമെന്ന്? നിങ്ങളുടെ ഈ പഴയ കാലത്തെ മുഹമ്മദ് നബി ഉപയോഗിച്ച വാളുകൊണ്ടോ, നിങ്ങൾക്ക് സെനത് തരുന്ന വാളുകൊണ്ടോ ഒക്കെ ഇറങ്ങി തിരിച്ചിട്ട് ഇന്ത്യയെ മൊത്തം അങ്ങ് വെട്ടിപ്പിടിച്ച് സെറ്റാക്കാം എന്ന് വല്ല ധാരണയുണ്ടോ? വെറും മിഥ്യാധാരണയാണ്. ഇത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ നാടാണ്. ഇത് മഹാഭാരത യുദ്ധത്തിൻ്റെ നാടാണ്. ഇവിടെ ധർമ്മവും അധർമ്മവും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധർമ്മമേ ജയിക്കുള്ളൂ. ധർമ്മത്തിന് നഷ്ടങ്ങളുണ്ടായാലും അവസാനം വരെ ധർമ്മമേ ജയിക്കുള്ളൂ. അത് 4 മില്യൺ ജീവൻ പൊലിഞ്ഞാലും ധർമ്മം മാത്രമേ ജയിക്കുള്ളൂ. അതിൻ്റെ ഒരു കാരണം പറയാം. മുസ്ലിം വിശ്വസിക്കുന്ന ഏകദൈവം പോലെയല്ല, ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന ഏകദൈവം പോലെയല്ല ഹൈന്ദവരുടെ ദൈവ കൺസെപ്റ്റ് തന്നെ. ഇവിടെ ദൈവം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമാണ്. സൃഷ്ടിച്ചവനും അവൻ തന്നെയാണ്, സംരക്ഷിക്കുന്നവനും അവൻ തന്നെയാണ്, വേണ്ടി വന്നാൽ സംഹരിക്കാൻ ഇറങ്ങുന്നത് അവൻ തന്നെയാണ്. അതുകൊണ്ട് സംഹാരദൂതനെ ഇളക്കിവിട്ട് വെറുതെ വലിയൊരു കലാപം ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു നന്മയും മുസ്ലിമിനും കിട്ടാൻ പോണില്ല, ഒരു നന്മയും ക്രൈസ്തവനും കിട്ടാൻ പോണില്ല. ഭാരതീയ ദർശനത്തെ ഇകഴ്ത്തിയും കളിയാക്കിയും കുറ്റപ്പെടുത്തിയും പിന്നെ പറയുന്നത് ഇവർക്ക് നന്മയില്ലെന്ന്. ഞാൻ എൻ്റെ ഒരു പൊട്ട ചോദ്യം എല്ലാവരോടുമായി ചോദിച്ചോട്ടെ. ഈ ഭാരതത്തിലുള്ള ജനങ്ങൾക്ക് നന്മയില്ലായിരുന്നെങ്കിൽ ഈ മാലിക് ദീനാർ ഇങ്ങോട്ട് വന്നപ്പോൾ 2 കൈയും കൊടുത്ത് ഭാരതത്തിലുള്ളവർ അദ്ദേഹത്തെ എന്തിനാണ് സ്വീകരിച്ചത്? ആ വന്ന മാലിക് ദീനാറിനും കൂട്ടർക്കും ഇവിടെ പള്ളി പണിയാനുള്ള സൗകര്യം എന്തിനാണ് അന്നത്തെ നായന്മാരോ നമ്പൂരിമാരോ ആരോ ആയിക്കോട്ടെ ചെയ്തു കൊടുത്തത്? ഇതേപോലെ തോമസ് ലീ ഇങ്ങോട്ട് വന്നെന്ന് പറയുമ്പോൾ സ്വീകരിച്ചത് പാലയൂർ. ഇപ്പോഴും അവിടെ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഉണ്ടായിരുന്ന നമ്പൂരിമാരാന്ന് പറയുന്നു, നായന്മാരായിരുന്നു, ബ്രാഹ്മണന്മാരായിരുന്നു എന്നൊരു യഹൂദർ, വാട്ടവർ ഇറ്റ് മേ ബി. അന്ന് ഭാരതത്തിലുള്ളവർ സ്നേഹത്തോടെ സ്വീകരിച്ചത് കൊണ്ടല്ലേ നമുക്കിവിടെ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ?
ഈ ഭാരതം മാത്രമേ ഉള്ളൂ ലോകത്ത് ഏത് മതക്കാർ വന്നാലും ഏത് ദേശക്കാർ വന്നാലും രണ്ട് കൈകൊണ്ടും സ്വീകരിച്ചത്. അവരെ അന്നും ഇന്നും സ്നേഹത്തോടെ പോറ്റുന്നതും ഭാരതത്തിലുള്ളവരാണ്. ആ ഭാരതീയരെ ഇന്ന് നിങ്ങൾ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചാണകമെന്ന് വിളിക്കുകയും സംഗീന്ന് വിളിക്കുകയും ശൂനക്കിന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുള്ള തീവ്ര ചിന്തകളുള്ള ഹിന്ദുക്കളെ ആണെങ്കിലും അത് കേൾക്കുന്ന എല്ലാ ഹിന്ദുക്കളും ഞാനോ 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 എന്ന് ചിന്തിച്ചു പോകുന്നു. അവിടെയാണ് അപകടം. നിങ്ങൾ ഉദ്ദേശിച്ച ടാർഗറ്റ് ചെയ്ത് 1 2 പേരല്ല 10 പേരോ 100 പേരോ ഒരു സംഘടന ഇറ്റ്സ് ഓക്കെ. പക്ഷേ അത് കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിലെ സകല ഹിന്ദുക്കളുമാകുമ്പോൾ നിങ്ങളൊരു ഹൈന്ദവ വിരോധിയായിട്ട് തന്നെ അവർക്ക് തോന്നുക ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭാരതീയ വിരോധിയായിട്ട് തോന്നുകയോ ചെയ്യുക. പരമാവധി എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ചിന്തയാണ്, ഞാൻ ഈ ദിവസങ്ങളിൽ അനുഭവിച്ച് പോയതുകൊണ്ട് പറയാണ്, പരമാവധി മറ്റൊരു മതത്തിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നതിന് പകരം, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നതിന് പകരം അവരിലുള്ള നന്മകൾ എന്താണോ അതെടുത്ത് പുകഴ്ത്തി പറഞ്ഞ് അതുപോലെയുള്ള നന്മകൾ അവർ കൂടുതൽ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന സംസാരങ്ങളായിരിക്കില്ലേ നമ്മിൽ നിന്നും പുറപ്പെടേണ്ടത്. ഇത് ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇത് പറയാൻ താൻ ആരാണ്? താൻ ഭയങ്കര വിമർശകനും കുറ്റപ്പെടുത്തുന്നവനും അതും ഇതൊക്കെ ആയിരുന്നു. ഐ റിപ്പീറ്റ്, ആയിരുന്നു. ഞാൻ പരമാവധി അങ്ങനെ മതനിന്ദകളൊന്നും പ്രസംഗിക്കാത്ത, അല്ലെങ്കിൽ മതത്തെ കുറ്റപ്പെടുത്തി പറയാത്ത ഒരാളാണ്. പറഞ്ഞല്ലോ, 30 വർഷം കൊണ്ട് 3 4 ടോക്കോ ആകെ അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അത് നിർബന്ധിതമായപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള ഈ കന്തൂറകൾ വന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണമല്ലോ എന്നോർത്ത് എൻ്റെ മാനുഷിക ചാബല്യത്തിൽ ഞാനത് ചൂണ്ടിക്കാണിച്ചതാണ്. ഒരു 3 4 വീഡിയോ അങ്ങനെ ഇടേണ്ടി വന്നത്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതല്ലായിരുന്നു അതിൻ്റെ ശരിയായ വഴി. അല്പം കൂടെ സ്നേഹത്തോടെ, അതായത് യേശു പറഞ്ഞത് സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിലേക്ക് വളരാനാണ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിലേക്ക് വളരാൻ. അപ്പം മറ്റു മതക്കാരെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, എന്നിട്ട് തിരുത്താനുള്ളതൊക്കെ നിർത്തുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റീച്ച് കിട്ടുകയും നമുക്ക് കുറേ ഫോളോവേഴ്സ് കൂടുകയും കുറച്ച് കാശ് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഭാവിയിൽ കേരളത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന ഉത്തമ ബോധ്യത്തോടെ അല്പം കൂടെ സ്നേഹത്തിൽ എല്ലാ മതക്കാരും ഇടപെടാനും പെരുമാറാനും ശ്രമിക്കുക. അതേസമയം ഇവിടെ കുറച്ച് പേർക്ക് ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ഇസ്ലാം പ്രീണനമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഇവരും മിണ്ടൂല. അങ്ങനെ കുറച്ച് ഹൈന്ദവരുമുണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്. മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും സാരമില്ല. പക്ഷെ വേറെ ആരെങ്കിലും ചെയ്ത് ഇവർക്ക് സഹിക്കാനും പറ്റില്ല. അതും ശരിയല്ല. എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കണം. അതായത് മുസ്ലിമിനെ ഓവറായി വെറുക്കുന്നത് ശരിയല്ല, ഓവറായി പ്രീണിപ്പിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഓവറായി സ്നേഹിക്കുന്നതോ ഓവറായി വെറുക്കുന്നതോ അല്ല. ഒരു ഡിവൈൻ സംഗമം അല്ലെങ്കിൽ ദിവ്യ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ ഹാർമണിയിൽ ഒന്നിച്ചു പോകുന്നതാണ് ഭാരതത്തിന് നല്ലത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വരും ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ലത്.